ഹായ് ഗൈസ്, ജീത്തേവരുടെ വേറൊരു വെറൈറ്റി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ വാക്സ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഫിഞ്ചസുകൾ ഒരുപാടുണ്ട്. വളരെ കുഞ്ഞിയ കിളികളാണ്. ആ കൂട്ടത്തിൽ ഫയർ റെഡ് കളറായിട്ടുള്ള ബേഡ്, നല്ല ചുവന്ന കളറുള്ള ബേഡിനെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ചെറിയ ബേഡാണ്, ഭയങ്കര ഫാസ്റ്റാണ്. നമ്മുടെ ചെറിയ കേജുകളിൽ നിന്നുള്ളിൽ നിന്നൊക്കെ എസ്കേപ്പായി പോകുന്ന ബേഡാണ് ഇടാ. ആ ഒരു വെറൈറ്റി ഫിഞ്ചസിനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണേ. അപ്പോൾ ആ ബേഡിനെ നിങ്ങൾക്ക് കാണാം. വാക്സ്വില്ലിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും ചെറിയ ബേഡാണ് ഫയർ ഫിഞ്ച് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ അങ്ങനെ തന്നെ പ്രത്യേകം പറയണം, കാരണം അതിന് ചെറിയ ബേഡ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന മറ്റേ വാക്സ്വിൽ വെറൈറ്റികളിൽ ഏറ്റവും ചെറിയ ബേഡാണ് ഫയർ ഫിഞ്ച് കേട്ടോ. അതിൻ്റെ മെയിൽ ഫീമെയിൽ വിഷ്വലി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് അഡൾട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ രണ്ട് കളറുകളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മെയിൽ ബേഡ് നല്ല ആ പേര് പോലെ തന്നെ റെഡ് ബിൽഡ് തന്നെയാണ്, ഫുൾ റെഡ് കളറാണ്. കാനഡയൊക്കെ ബ്രീഡിങ്ങിന് സെറ്റായി നിൽക്കുന്ന ബേഡ് കേട്ടോ. അടിപൊളി സിംഗിങ് ആണ്, തലങ്ങ് വിലങ്ങ് സിംഗിങ് ആണ്. എനിക്കിവിടെ വർത്താൻ പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സിംഗിങ് കേട്ടോ കേട്ടോണ്ടിരിക്കുന്നത്. അതൊരു രസം. അപ്പോൾ ഈ ഫയർ ഫിഞ്ചുകളിൽ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ മാർഗം വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ബേഡ് നല്ല ബ്രൈറ്റ് റെഡ് കളറായിട്ട് ഉണ്ടാവുക, നല്ല ചുവന്ന ബേഡ് തന്നെയാണ്. ഫീമെയിൽ ബേഡ് നേരെ ഓപ്പോസിറ്റാണ്, അതിൻ്റെ ഒരു ഗ്രേയിഷ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിലാണ് ഫീമെയിൽ ബേഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ അഡൾട്ടായി കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ഈ ഫയർ ഫിഞ്ചുകളിൽ എളുപ്പത്തിൽ നടക്കും. അതുപോലെ തന്നെ 5 മുതൽ 7 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് ടൈം വരുന്നത്. അത്രയും കാലം നമ്മുടെ കേജുകളിൽ ഇത് ലൈഫ് നിൽക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രീഡിങ് നമ്മൾ ഈ കാണുന്ന 3 ഫീറ്റ് കേജിലും അതുപോലെ തന്നെ ഇവരെയുള്ളും ഈസി ആയിട്ട് നമുക്ക് ബ്രീഡാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ബേഡായതുകൊണ്ട് തന്നെ പാനിക് ആവുന്നത് ഇവർക്ക് എപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ആക്കുമ്പോൾ വരെ പേടിച്ച് പറക്കുന്ന കിളികളാണ്. അപ്പോൾ മറ്റ് ഫിഞ്ചസുകളെ പോലെ അത്ര എന്താ പറയുക പേടിയില്ലാത്ത കൂട്ടത്തിലല്ല, ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവസി ഇവർക്ക് മെയിനായിട്ടുള്ള ആവശ്യമാണ് കേട്ടോ. അതായത് പേടിയില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഒരു ഈസി ആയിട്ട് ബ്രീഡാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ കേജിന് ചുറ്റും നമ്മൾ ഒരു കവറിങ് കൊടുക്കുക, അതുപോലെ കുറച്ച് ചെടികൾ പാൻസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ അവർ കയറി സ്വന്തമായിട്ട് നെസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് അതിൽ ബ്രീഡാവും. 5 മുതൽ 6 എഗ്ഗ് വരെ ചെയ്യാറുണ്ട് അറ്റ് എ ടൈം. ഒരു ക്ലച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷത്തിൽ 2 മുതൽ 3 ക്ലച്ച് വരെയൊക്കെ ബ്രീഡാവുന്ന ബേഡുകളാണ്, നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ റെസ്റ്റും ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ബേഡിൻ്റെ ലൈഫ് കുറയും. ഇവരുടെ എന്താ പറയുക രോഗപ്രതിരോധശേഷി നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ. നല്ല രീതിയിൽ രോഗപ്രതിരോധശേഷിയുള്ള ഒരു ബേഡ് കേട്ടോ ഈ ഫയർ ഫിഞ്ചുകളൊക്കെ. വാക്സ്വിൽ കാറ്റഗറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു നിൽക്കും. നമ്മുടെ തണുപ്പും അതുപോലെ വെയിലും ഇവർക്ക് വലിയ വിഷയങ്ങളല്ല. പക്ഷേ നമ്മളെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴുള്ള മാറ്റങ്ങൾ ഫുഡിലായാലും കേജിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. കാരണം നല്ല ലൈഫ് സ്പൈനുള്ള കിളികളാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധമുള്ള കിളികളാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അവിചാരിതമായിട്ട് കാലാവസ്ഥ വ്യതിയാനം ഇവരെയും ബാധിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കേജും ഫുഡും വെള്ളവും അതുപോലെ തന്നെ മൊത്തം കേജിരിക്കുന്ന സെറ്റപ്പ് വരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ സമയങ്ങളിലും. കാരണം കാറ്റുകാലാകുമ്പോൾ ആ കാറ്റ് തണുപ്പും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടോ ബേഡുകൾക്ക് ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങാൻ. ഒരുവിധപ്പെട്ട നിലയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ, നമ്മുടെ മൊത്തം ഓപ്പണായി കിടക്കുകയാണ്. ഇവിടെ ഇന്നുവരെ അങ്ങനെ കാലാവസ്ഥ പ്രശ്നം കൊണ്ട് ഇന്നുവരെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബേഡുകൾക്ക് ഡെഡായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. അവർ എന്നും ഒരേ കാലാവസ്ഥയിലാണ്, ഒരേ രീതിയിലാണ് നിൽക്കുന്നത്. ഒരു പ്രത്യേകമായിട്ട് മഴക്കാലത്ത് നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ചൂട് കൊടുത്ത് അവനെ അങ്ങനത്തെ കെയറിങ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശീലമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ ബേഡിൻ്റെ ഹെൽത്തിനെ അത് വളരെയധികം ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശീലിപ്പിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറയാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഫിഞ്ചസുകളും കൂടെ കഴിക്കുന്ന ചെറിയ ധാന്യങ്ങൾ, അതായത് ഫിഞ്ചസിൻ്റെ സീഡ് മിക്സിൽ കിട്ടുന്ന എല്ലാ ചെറുവക സീഡുകളും നന്നായി കഴിക്കും. അതുപോലെ തന്നെ ഫുഡ് വളരെ ഈസി ആയിട്ട് നന്നായി കഴിക്കുന്ന പെടാണ്. അതുപോലെ ലൈവ് വോംസ് നന്നായി കഴിക്കും. അത് മീൽ വോംസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് കഴിക്കാറ്. അതുപോലെ ബഫല്ലോ വോംസൊക്കെ നമ്മൾ ഈ തെനയുടെ വേസ്റ്റ് നിന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബഫല്ലോ വോംസ് ഉണ്ട്, അതൊക്കെ സൂപ്പറായിട്ട് കഴിക്കും കേട്ടോ. ആ വോംസൊക്കെ ബ്രീഡിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ബ്രീഡിങ് ഈസി ആക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇവർ സ്വന്തമായിട്ട് സിമ്പിളായിട്ട് വളരെ ചെറിയ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ നെസ്റ്റിലാണ് ബ്രീഡാക്കുക. നമ്മൾ ബോക്സോ കൊടോ ചട്ടിയോ വെച്ച് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അതിൽ ബ്രീഡാവുന്നൊന്നുമില്ല. അവർ സ്വന്തമായിട്ട് ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ ബ്രീഡാവുക. അവരെന്നെ കൊണ്ട് കൂടുതൽ പുതിയതുണ്ടാക്കി കെട്ടി അങ്ങനെ ബ്രീഡാവാണ് പൊതുവെ ചെയ്യാറ്. പിന്നെ ബ്രീഡിങ് ഏജ് പറയുന്നത് 1 ഇയർ ആണ്. 1 വർഷം ആവാതെ ഒരു ബ്രീഡിങ്ങിലേക്ക് വരാറില്ല പൊതുവെ. 1 വർഷം ഇതിനും കൃത്യമായിട്ടുള്ള ഏജ് വന്നാന്നൊക്കെ പറഞ്ഞാൽ നന്നായി ബ്രീഡാവാറുള്ളൂ. 5 മുതൽ 6 എഗ്ഗ് വരെ ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കിയെടുക്കാറുണ്ട്. അതൊക്കെ എൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ പാനിക് ആയി കഴിഞ്ഞാൽ, ബേഡ് പേടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയായാലും മുട്ടയായാലും അവർ പുറത്തേക്ക് തള്ളിയിടും. അത് ഇതിൻ്റെ വലിയ വിഷയമാണ്.
ഈ വീടിൻ്റെ അവൈലബിലിറ്റി കുറയാനുള്ള മെയിൻ കാര്യം അത് തന്നെയാണ്. കാരണം കുട്ടികളെ പുറത്തേക്ക് ഇടുക, അല്ലെങ്കിൽ മുട്ട പുറത്തേക്ക് ഇടുക. പേടിച്ച് കഴിഞ്ഞാൽ പേടിക്കാതെ അവരുടേതായിട്ടുള്ള പ്രൈവസിയിൽ അവരെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഈസി ആയിട്ട് ബ്രീഡായി ഇറങ്ങാറുമുണ്ട്. അതാണ് ഇവരുടെ പ്രത്യേകതകൾ തന്നെ കേട്ടോ. മെയിൽ ഫീമെയിൽ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചാലും കയ്യിൽ പിടിക്കാട്ടോ പോയിട്ട്. നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ബേഡാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകും. ചെറിയ ബേഡായതുകൊണ്ടേ എളുപ്പമല്ല ഇതിനുള്ളിൽ നിന്ന് കിട്ടാൻ. ഇപ്പോൾ 3 ഫീറ്റ് കേജാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ പിടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ടെറസിൻ്റെ മുകളിൽ മൊത്തം കിടന്ന് പറന്നിറക്കായിരുന്നു കയ്യിൽ നിന്ന് പോയിട്ട്. ഒരു മെയിലിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫീമെയിലിനെ ഞാൻ പിടിക്കാം കേട്ടോ. പാനിക് അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഭയങ്കര കൂടുതലുള്ള കിളികളുടെ പേര്. ചെറിയ ബേഡാണേ. അത് എൻ്റെ കയ്യിൽ ഉള്ളം കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. കയ്യിനുള്ളിൽ നിന്ന് പോകുമെന്ന് അറിയില്ല. അപ്പോൾ ആണെങ്കിൽ പോവാം. സിമ്പിൾ ബേഡാ, ചെറിയ ബേഡ്. നോക്കിയേ, കണ്ടോ? ഒറ്റ നോട്ടത്തിൽ വിഷ്വലി അറിയാൻ പറ്റുന്നുള്ളതാണ് പ്രത്യേകത. മെയിൽ ഫീമെയിൽ കണ്ടില്ലേ? നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ളത് വേണ്ടിയിട്ടാണ് മെയിൽ വരുന്നത്. ഇത് ഇപ്പോഴത്തുള്ളത് ഫീമെയിൽ കേട്ടോ. ഫീമെയിലിന് കളറില്ല. ഇത്രയ്ക്കുള്ള ബേഡ്. പക്ഷേ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ബേഡാണ്. ഹൈ റേറ്റാണ്, നല്ല വിലയുള്ള ബേഡാട്ടാ. കാരണം ഒന്നാമത് ഈ സാധനം ഇപ്പോൾ കിട്ടാനില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്, റയറാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ വിലേനെ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കഴിഞ്ഞ വർഷക്കാലത്തേക്കാൾ ഇപ്പോൾ വില വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ബേഡൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഇനിയും വില വർദ്ധിക്കുന്ന കാര്യം ഷുവറാണ്. കാരണം ഇതിനെ അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീഡാക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് വാങ്ങി ബ്രീഡാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് ഈ ബേഡിനെയൊക്കെ വളർത്തിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു 4-5 പേരുകളൊക്കെ നമ്മുടെ കയ്യിൽ ലൈവായിട്ട് ബ്രീഡിങ്ങിലുണ്ട്. ഇപ്പോൾ ഈ 2 പേര് കൊടുക്കാനുള്ളതാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് വെറൈറ്റി ഫിഞ്ചസുകളും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. റയറായിട്ടുള്ള ബ്രീഡുകളാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ കോമൺ ആയിട്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ബ്രീഡേഴ്സിനും പറ്റുന്ന വെറൈറ്റി ബേഡുകളും വെറൈറ്റി ഫിഞ്ചസുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതിൽ ഗോൾഡൻ ഫിഞ്ചസ് ഉണ്ട്, ഔളുണ്ട്, കട്ട് ത്രൂട്ട് ഉണ്ട്, ഡയമണ്ട് ഫർട്ടൈൽ ഉണ്ട്, പിന്നെ സ്റ്റാർ ഫിഞ്ച് ഉണ്ട്, വൈഡി ഉണ്ട്, പാരറ്റ് ഫിഞ്ചുകളുണ്ട്, ക്യൂബൻ ഫിഞ്ച് ഉണ്ട്. അപ്പോൾ ഹൈ പ്രൈസ് മുതൽ ലോ പ്രൈസ് വരെയുള്ള ബേഡുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ലൈവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി ഫിഞ്ചസിനെയോ മറ്റ് വെറൈറ്റി ബേഡുകളെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലമാണ് തൃശ്ശൂരാണ്. ട്രാൻസ്പോർട്ടേഷൻ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വെറൈറ്റി ബേഡുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. Okay, I'm rolling.